കഴുത്തിൽ സ്റ്റിച്ചും എടുത്ത് ഈ തുടയിലിട്ടിരുന്ന ട്യൂബും എടുത്ത് എന്നെ വീട്ടിൽ വിട്ടു. ഞാൻ അത് കഴിഞ്ഞ് 2 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഈ സർജറി ചെയ്ത രാജീവ് കുമാർ എന്ന ഡോക്ടറിനെ തന്നെ ഞാൻ ചെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ നടത്തുന്നു. അതിനുശേഷം നിരന്തരമായിട്ടുള്ള വേദന, ഒന്ന് നടക്കാൻ പോലും ആകാതെ ഒരു 26 വയസ്സുകാരി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നുണ്ടായിട്ടുള്ള വലിയൊരു ചികിത്സാ പിഴവ്, അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ദുരന്ത ജീവിതം, അതാണ് ഇപ്പോൾ കേരളത്തെ ഒന്നടക്കം ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. എന്തായാലും ആ യുവതിയുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പ്രകാരം ഏകദേശം 50 സെന്റിമീറ്റർ നീളമുള്ള വയറാണ് അവരുടെ നെഞ്ചിലൂടെ കടന്നു പോകുന്നത് അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിദയനീയമായിട്ടുള്ള വിവരങ്ങളാണ് അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എനിക്ക് 2023 22-ാം തീയതി മാർച്ചിൽ എനിക്ക് ഒരു തൈറോയിഡിന്റെ സ്കാനിങ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു മുഴ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജില്ലാ ആശുപത്രി രാജീവ് കുമാർ ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഇത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് സർജറി 2023 22-ാം തീയതി എനിക്ക് ഈ സർജറി ചെയ്ത ഒരു മുഴയായിരുന്നു. അതിലൂടെ ഗ്രന്ഥിയോടെ റിമൂവ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ആ ഓപ്പറേഷൻ സമയത്ത് എനിക്കൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട് ഞാൻ 8 ദിവസത്തോളം ഞാൻ അവിടെ ICUലായിരുന്നു. അങ്ങനെ ICUയിൽ തുടരെ എനിക്ക് കാൽഷ്യം കുറവായിരുന്നു, സംസാരശേഷി നഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് 1.5 മാസം കഴിഞ്ഞാണ് എൻ്റെ ഈ സൗണ്ട് തിരിച്ചു കിട്ടിയത്. അങ്ങനെ എനിക്ക് ICUയിൽ കിടക്കെ എനിക്ക് ദേഹത്തൊക്കെ നീര് വന്നായിരുന്നു. കാൽഷ്യം കുറഞ്ഞിട്ട് വെയിൻ കിട്ടാതായി നീര് വന്നപ്പം എനിക്ക് ഫെമറൽ വെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു, തുട തുറന്ന് ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. അത് എന്തിനു ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് ബ്ലഡ് എടുക്കാനും ഇഞ്ചക്ഷനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ 8 ദിവസം ഞാൻ ICUയിൽ കിടന്ന് 8ന്റെ അന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്ത് കഴുത്തിൽ സ്റ്റിച്ചും എടുത്ത് ഈ തുടയിലിട്ടിരുന്ന ട്യൂബും എടുത്ത് എന്നെ വീട്ടിൽ വിട്ടു. ഞാൻ അത് കഴിഞ്ഞ് 2 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഈ സർജറി ചെയ്ത രാജീവ് കുമാർ എന്ന ഡോക്ടറിനെ തന്നെ ഞാൻ ചെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കാൽഷ്യത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കാണിക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് കിതപ്പ്, ശ്വാസം മുട്ട്, എനിക്ക് കുറച്ച് അധികം ജോലിയൊന്നും ചെയ്യാൻ എനിക്ക് നടക്കാൻ പറ്റത്തില്ല, എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല, മുട്ടെല്ലാം ഭയങ്കര വേദന. പിന്നെ ഇതിനെ തുടർന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ കാണിച്ചപ്പം പറയുന്നത് അത് ഈ കാൽഷ്യം കുറവായതുകൊണ്ടാണ് എന്നൊക്കെ പറയും. എനിക്ക് ഗുളികയൊക്കെ തന്ന് വിടുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കാൽഷ്യം 5 ഉള്ളൂ. കാൽഷ്യം നന്നായിട്ട് കുറയുമ്പോൾ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, ഈ ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറിനെ പോയി കണ്ട് അവിടെ ട്രിപ്പൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ എനിക്ക് കാണിച്ചിട്ട് ഈ 2025 കഴിഞ്ഞ മാർച്ചിൽ ഞാൻ എനിക്ക് കഫക്കെട്ട് ഇതായി വീടിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ഞാൻ കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുക്കാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരം മെട്രോയിൽ പോയി എക്സ്റേ എടുത്ത്, ആദ്യം എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് അവർ ഇതുപോലെ ഒരു സ്ട്രെങ്ത് കിടക്കണോണ്ട് വീണ്ടും രണ്ടാമതെടുത്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ എടുത്ത് അവർ എന്നെ പറഞ്ഞു ഇതിലൊരു ഇത് കിടക്കണുണ്ട്, ഇത് നിങ്ങൾ ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് കാണിക്കണം. ഞാൻ അന്ന് വൈകിട്ട് ഈ സർജറി ചെയ്ത രാജീവ് കുമാർ എന്ന ഡോക്ടറിനെ അന്ന് വൈകിട്ട് ഞാൻ കൊണ്ട് കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ ചോദിച്ച് ഇത് എങ്ങനെയാ, ഇതെന്ത് പറ്റി, ഇയാൾക്ക് കുഞ്ഞിലെ ഹാർട്ടിന് സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഇല്ല, എനിക്കൊരു സർജറി ഈ തൈറോയിഡിന്റെ അല്ലാതെ വേറൊരു സർജറിയും കഴിഞ്ഞിട്ടില്ല. അപ്പം ഡോക്ടർ എന്നെ അവിടെ ഇരിക്കെ തന്നെ വേറെ ഡോക്ടേഴ്സിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അപ്പൊ സംസാരിച്ച് വെച്ചതിന് ശേഷം പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളടുത്ത് പറഞ്ഞാൽ ഇത് അനസ്തേഷ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു സെൻട്രൽ വെയിനിടപ്പം ഒരിത് കയറിപ്പോയതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ അമ്മയുടെ പറഞ്ഞു പേടിക്കണ്ട, ഇത് നമുക്ക് കീഹോൾ വഴി ഇങ്ങനെ തുറന്ന് കീഹോൾ വഴി നമുക്ക് ഇത് റിമൂവ് ചെയ്യാം, ഇത് പേടിക്കൊന്നും വേണ്ട, ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇത് ഇഷ്യൂ ഒന്നും ആക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ വിട്ടു. പിന്നെ ഡോക്ടർ അപ്പോഴെന്നെ പറഞ്ഞായിരുന്നു പിന്നെ നമുക്കിത് ശ്രീചിത്രയിൽ പോയി, ഇത് അവരുടെ ശ്രീചിത്രയിലാണ് അത് റിമൂവ് ചെയ്യണം. അപ്പൊ ഡോക്ടറിനെ എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു തന്ന് പിന്നെ ശ്രീചിത്രയിൽ പോയി ഞാൻ കാണിച്ചു. ആദ്യം ഒരു കാർഡിയോളജി ഡോക്ടർ അനൂപ് കുമാറോ അങ്ങനെ പറഞ്ഞ ഒരു ഡോക്ടറിനാണ് ഞാൻ കാണിച്ചത്. അപ്പൊ ആ ഡോക്ടർ ഈ എക്സ്റേ കണ്ടപ്പോൾ ഡിജിറ്റൽ എക്സ്റേ എടുത്തു. അപ്പൊ ഡിജിറ്റൽ എക്സ്റേ എടുത്തപ്പോഴത്തേക്കാണ് പിന്നെ ഇത് 50 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഇതാണെന്ന് കണ്ടത്. അങ്ങനെ അവർ എന്നെ CT എടുക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നു. അങ്ങനെ CT 1 മാസം കഴിഞ്ഞാണ് എനിക്ക് ഈ CT എടുക്കാനുള്ള ഡേറ്റ് തന്നത്. അപ്പം ഞാൻ ഈ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞ് എനിക്ക് CT എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എഴുതി തന്നു. അപ്പം അവർ 5000 സംതിങ് രൂപ ആവും എനിക്ക് CTക്ക് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറിനെ വിളിച്ചു, എൻ്റെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഒന്നും ഇല്ല,
എന്ന് പറഞ്ഞപ്പം ഡോക്ടർ എനിക്ക് 6,000 രൂപ ആദ്യം ഗൂഗിൾ പേ ചെയ്ത് തന്നു CT എടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് OP ഒക്കെ എടുക്കണതിൻ്റെ അത് അങ്ങനെ എല്ലാം കൂടെ 6,590 രൂപ എനിക്ക് ഡോക്ടർ ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ CT എടുത്ത് ഈ റിപ്പോർട്ട് കൊണ്ട് ഞാൻ ഈ ഡോക്ടറെ തന്നെ വീണ്ടും കാണിക്കാൻ പോയി. കാണിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ അതുവരെ എല്ലാ ഡോക്ടേഴ്സും ഡിജിറ്റൽ എക്സ്റേ കണ്ടിട്ടും പറഞ്ഞത് ഇത് റിമൂവ് ചെയ്യാം, കുഴപ്പമില്ല. CT എടുത്തതിന് ശേഷമാണ് പറയുന്നത് ഇത് എടുക്കാൻ പറ്റത്തില്ല, ഇത് രക്തക്കൊഴിനകത്ത് ഒട്ടിച്ചേർന്ന് പോയി, ഇതിന്റെ പുറത്തൂടെ ഒരു കോട്ടിങ് സംഭവിച്ച് 2 വർഷം ആയതുകൊണ്ട് ഒരു കോട്ടിങ് സംഭവിച്ച്, അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അഥവാ വലിയൊരു സർജറി വഴി ചെയ്യാം. പക്ഷെ വലിയൊരു സർജറി വഴി ചെയ്താലെന്ന് വെച്ചാൽ ഇത് ഹാർട്ടിന്റെ സൈഡിൽ ഇത് ഒട്ടിപ്പോയി. അപ്പൊ ഇത് കീ ഹോൾ വഴി എടുക്കാൻ പറ്റത്തില്ല. ഇത് കീ ഹോൾ വഴി എടുത്തു കഴിഞ്ഞാൽ ഹാർട്ടിന് ബ്ലീഡിങ് ഉണ്ടാവും, ഹാർട്ടിൽ ഒട്ടിയിരിക്കുന്നതുണ്ട്. അപ്പൊ നമുക്കിന് വലിയൊരു സർജറി ചെയ്ത് എടുക്കാം. പക്ഷെ ഇത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ചിലപ്പം ഹാർട്ടിന് ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഫേസ് മേക്കർ ഒക്കെ വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കാം എന്ന് അവര് പറഞ്ഞായിരുന്നു. അപ്പം പിന്നീട് ഞാൻ വീണ്ടും ഈ ഡോക്ടറെ വന്ന് കണ്ട് ഈ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല, ഞാൻ വേറെയും ഡോക്ടേഴ്സിന്റെ കാണിച്ചപ്പോൾ അവർ പറയുന്ന വെച്ചാൽ ഇത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഭാവിയിൽ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടായാലോ എന്ന് ചോദിച്ചപ്പം പറയുന്നത് ഇത് നമുക്ക് 6 മാസം 1 വർഷം കൂടുമ്പോൾ നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം, ഇത് പൊസിഷൻ മാറണുണ്ടോ എന്ന് നമുക്ക് എടുത്ത് നോക്കാം എന്നാ പറഞ്ഞു. ഇപ്പൊ ഞാൻ ശ്രീചിത്രയിലെ ഡോക്ടേഴ്സിനെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടായാലോ ചോദിച്ചപ്പോ അവിടുത്തെ ഡോക്ടേഴ്സ് പറയണെന്ന് വെച്ചാൽ മനുഷ്യന്റെ കാര്യമല്ലേ, നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ലല്ലോ, ദൈവത്തിന്റെ കയ്യിലല്ലേ എന്നൊക്കെയാ അവരും പറഞ്ഞതാ. ഇത് എടുത്തു തരാം എന്ന് പറഞ്ഞതിന്റെ ഒരു ഇതിലാണ് നമ്മൾ ഇത്രയും സാവകാശം കൊടുത്തത്. അപ്പൊ ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതാണ് പിന്നെ ഈ ബോഡി അതിനിടയ്ക്ക് വീണ്ടും ഞാൻ വിളിച്ച് ഡോക്ടറെ പറയുമ്പോൾ എല്ലാ ഡോക്ടേഴ്സായിട്ട് സംസാരിച്ചൊരു ബോഡി മീറ്റിംഗ് കൂടും ഹോസ്പിറ്റലിൽ. ആ ബോഡി മീറ്റിംഗ് കൂടിയിട്ട് ഒരു അഭിപ്രായം പറയുന്നു. അങ്ങനെ ഒരാഴ്ചയോളം വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ച് ബോഡി മീറ്റിംഗ് കൂടിയപ്പോഴും ഇതുപോലെയാണ് പറയുന്നത്, ഇത് എടുക്കാൻ പറ്റത്തില്ല, ഇത് ഒട്ടിച്ചേർന്ന് പോയി, ഇതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാ ഡോക്ടേഴ്സ് പറയണത്. അപ്പൊ ഞാൻ അത് പറ്റത്തില്ല, എനിക്ക് ഇതിനുള്ള ഒരു ഇത് വേണം. ഡോക്ടർ അങ്ങനെ പറയും, എന്റെ ജീവനാണ് പറഞ്ഞപ്പം ഡോക്ടർ വീണ്ടും പറഞ്ഞു വെച്ചാൽ ഒരു ബോർഡ് മീറ്റിംഗ് കൂടെ ഉണ്ട്, അവിടെ ഒരു ഡോക്ടർ ഇല്ല, അവർ പുറത്താണ്, ആ ഡോക്ടറും കൂടെ വന്നിട്ട് ഒന്ന് കൺഫേം ആക്കിയിട്ട് ഇതിനുള്ളൊരു തീരുമാനം പറയുന്നു. അങ്ങനെ അത് 2-3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും എന്നെ വിളിച്ചപ്പോ ആ ഡോക്ടറും പറയുന്ന വെച്ചാൽ ഇത് എടുക്കാൻ പറ്റത്തില്ല, ഇത് ഒരു കോട്ടിങ് അതിന്റെ പുറത്തു കൂടെ വന്നേ 2 വർഷം ഇതായതുകൊണ്ട് കോട്ടിങ് പോലെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ച് ഇതുപോലെ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞാൽ എന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു വീഴ്ച തന്നെയാണ് എന്ന് അവര് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതിനിടയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, എന്തൊരു ഇതുണ്ടെങ്കിലും പറയണം എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞ് അപ്പൊ എന്തായാലും എനിക്ക് ഡോക്ടർ ഇങ്ങനെ ന്യായീകരിച്ച് ഇത് നമ്മൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ചേട്ടൻ പറഞ്ഞാൽ അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തായാലും ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ വീഴ്ചയല്ലേ എന്ന് പറഞ്ഞപ്പോ അതെ വീഴ്ച അത് ശരി തന്നെയാണ് എന്ന്. അപ്പൊ ചേട്ടൻ നമ്മുടെ നടപടി നമ്മൾ നിയമത്തിന്റെ വഴിക്ക് ഞങ്ങൾ പോവും എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ശരി എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം വിളിച്ചിട്ടുമില്ല, ഡോക്ടറിനെ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇന്നലെ നമ്മളിവിടെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഇത് പരാതി കൊടുക്കാൻ വേണ്ടിട്ട് പോയായിരുന്നു. പോയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇല്ലായിരുന്ന, പിന്നെ അവിടെ ഇരുന്ന ഒരാള് പറഞ്ഞു നമ്മളിങ്ങനെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് നമ്മൾ വരുമ്പോഴത്തേക്ക് കൊടുക്കുക എന്ന് പരാതി കൊടുക്കുക എന്താണ് പറഞ്ഞപ്പം അവര് പറഞ്ഞു വെച്ചാൽ ഇത് നിങ്ങളിത് മുമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. അല്ല, ഇത് നമ്മളെ ഈ വിഷയം അവര് അതുപോലെ നമ്മട്ടെ തിരിച്ച് പറയണം. അപ്പൊ നമ്മൾ പറയണതിന് മുന്നേ അവിടെ ഡോക്ടർ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവരറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് മുമ്പേ നമ്മൾ ഒരിടത്തും പരാതിപ്പെട്ടിട്ടില്ല, നമുക്ക് എടുത്തു തരാം എന്ന് പറഞ്ഞ ഒരു ഇതില് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എടുത്തു തരുമല്ലോ എന്ന്. ഇപ്പം എടുത്തു തരൂല എന്നായപ്പോഴാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ഇതായിട്ട് ഇറങ്ങിയത്. എനിക്ക് ശാരീരികമായി എനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം മുതൽ എനിക്ക് 26 വയസ്സേ ആയിട്ടുള്ളൂ. ഈ സർജറി കഴിഞ്ഞ അന്നും മുതൽ എനിക്കെന്നും ബുദ്ധിമുട്ട് തന്നെ, രോഗങ്ങൾ തന്നെയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ ഇനി ആർക്കും ഇങ്ങനെ ഒരു ഇത് ചെയ്യരുത് വെച്ചാൽ. പിന്നെ ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു ഇതാണ്, ഞാനാണ് ഇത് അനുഭവിക്കുന്നത്. എന്റെ ഈ ഉള്ളിൽ കിടക്കുന്ന ഇത് എടുത്തു തരുകയും വേണം. എനിക്കിതിനുള്ള നഷ്ടപരിഹാരം രാജീവ് കുമാർ ഡോക്ടർ തന്നെ എനിക്ക് ഇതിനുള്ള ഇത് തരുകയും വേണം. ഇതുപോലെ ഒരു ആർക്കും ഇനി ഇത് സംഭവിക്കരുത്, അത്ര എനിക്ക് പറയാവുള്ളൂ.
അതായത് ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. ആ ഒരു വീഴ്ച ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മൈൻഡിൽ പോയത് കൊണ്ടാണ് ഒരു പക്ഷെ ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നിട്ടും ഇപ്പോൾ ചോദിക്കുമ്പോൾ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോളൂ എന്നുള്ള ഒരു നിസാര വൽക്കരണമുണ്ടോ? ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈ പറയുന്ന രോഗികൾക്കാണ്. അതായത് ഇപ്പോ ഡോക്ടറെ സംബന്ധിച്ച് ഇത് ഒരു വിവാദമാകാതിരിക്കുകയോ അല്ലെങ്കിൽ ഇത് അധികം പ്രശ്നമാകാതെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതായിരിക്കും. പക്ഷെ ഈ രോഗികളെ സംബന്ധിച്ച് ഓരോ മണിക്കൂറിലും അവർക്ക് പേടിച്ച് ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടെയാണ്. എന്തായാലും ആരോഗ്യവകുപ്പ്, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് എല്ലാവരും ഇടപെട്ട് കൃത്യമായിട്ട് ഈ പറയുന്ന ആവശ്യങ്ങളും അതുപോലെ തന്നെ നടപടികളും ഒക്കെ എത്രയും വേഗം വേണം എന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ചികിത്സ, ഏറ്റവും വലിയൊരു ഓപ്പറേഷൻ, അതിന് വരുന്ന സാമ്പത്തിക ബാധ്യത, അതൊക്കെ തന്നെയാണ് ഇവിടെ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. അത്തരത്തിൽ ഇവരാവശ്യപ്പെടുന്നത് പോലെ ഡോക്ടർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് തന്നെ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ്. അതേസമയം വലിയൊരു അനാസ്ഥയാണ് ഉണ്ടായത് എന്നത് ഈ ഡോക്ടർക്ക് കൃത്യമായിട്ട് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു എന്നതാണ് യുവതിയുടെ ബന്ധുവുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത്. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഡോക്ടറുമായി സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് അദ്ദേഹം തന്നെ നമ്മളോട് പറയുന്നുണ്ട്. നമസ്കാരം. സ്വന്തം ജീവൻ ഡോക്ടറിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് പല ഓപ്പറേഷനുകൾക്കും നമ്മൾ പോകാറുള്ളത്. പ്രത്യേകിച്ച് രോഗികൾക്കുള്ള ആകെ ഒരു ആശ്വാസം, വിശ്വാസം എന്ന് പറയുന്നത് ആ ഡോക്ടർക്ക് ഒരു പിഴവും സംഭവിക്കില്ല എന്നുള്ള ഒറ്റ കാര്യമാണ്. പക്ഷേ പലപ്പോഴും സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നത്. ഒരു യുവതിക്ക് തൈറോയ്ഡ് ചികിത്സയുമായി നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ, അതിന്റെ ഭാഗമായിട്ട് 50 സെന്റിമീറ്ററോളം നീളമുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ കയറ്റിയിട്ടുള്ള ഒരു വയറ്, അത് ശരീരത്തിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളം ആയതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതേസമയത്ത് ഒരു പേടി, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പേടി കൂടെ ഈ ഒരു കുടുംബത്തിനുണ്ട്. എന്തായാലും അതിഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ജനറൽ ആശുപത്രിയിലെ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ഡോക്ടറുമായിട്ട് ഈ പറയുന്ന യുവതിയുടെ ബന്ധുക്കൾ ബന്ധപ്പെട്ടിരുന്നു. ആ കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇതിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പം ഡോക്ടറുമായിട്ട് സംസാരിച്ചിരുന്നല്ലോ, എന്തൊക്കെയാണ് ഡോക്ടർ പറയുന്നത്? ഇത് നിലവിൽ 2 വർഷം മുമ്പ് നടന്ന ഓപ്പറേഷൻ ആണെങ്കിൽ പോലും ഈ 6 മാസം മുമ്പാണ് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നതിന്റെ പേരിൽ എക്സ്റേ എടുത്തതിന് ശേഷം അറിഞ്ഞത്. അറിഞ്ഞതിന് ശേഷം സുമയുടെ ഉമ്മയും ചേർന്നാണ് ഈ ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത് നമ്മളിൽ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് 2 മാസം മുമ്പ് ഞാൻ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഗതി അറിഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറിന് പറ്റിയ വീഴ്ചയാണല്ലോ, അതെ അവിടെ വെച്ച് സംഭവിച്ചതാണെന്ന് ഡോക്ടറെ അടുത്ത് പറയുകയും ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അത് വേറെ കുഴപ്പമില്ല, നിസ്സാരം പോലെ വെറുതെ ഒരു നിസ്സാരം പോലെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഡോക്ടർ സംസാരിക്കുകയാണ് ചെയ്തത്. അതായത് ഈ രീതിയിൽ തന്നെയാണ് സുമയുടെ ഉമ്മയുടെ കുറച്ച് ഈ പറഞ്ഞ 6 മാസം കൊണ്ട് ഡോക്ടർ നിസ്സാരവൽക്കരിച്ച് വിട്ടത്. ഇത് അന്ന് പരാതി കൊടുക്കാനുള്ള ഒരു സംഗതിയായിരുന്നു. പക്ഷെ ഇവർ പുറത്ത് പറയാത്തത് പേരിലാണ്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അതിനുശേഷമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് DMക്ക് പരാതി കൊടുക്കുകയും എന്നിട്ട് മുന്നോട്ട് പോയത്. അപ്പൊ ഇതിൽ അറിഞ്ഞതെന്ന് പറഞ്ഞാല് ഡോക്ടർ തന്നെയാണ് ഈ സ്കാനും എക്സ്റേ എടുക്കാനൊക്കെ പൈസ ഗൂഗിൾ പേ വഴിയൊക്കെ അയച്ചു കൊടുത്തത് മനസ്സിലായി. പക്ഷെ ഇതില് ഒരു പോംവഴി എന്ന നിലയ്ക്ക് ഇപ്പൊ തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റൽ അല്ലാതെ ഇന്ത്യയിൽ പല പ്രഗത്ഭ ഹോസ്പിറ്റലും ഉണ്ട്. അപ്പൊ എവിടെ ചെയ്യാൻ പറ്റുമോ അവിടെ എത്ര ലക്ഷം രൂപ ആയിരുന്നാലും ഈ ഡോക്ടറിന്റെ കീഴിൽ സർക്കാരും ഡോക്ടറും ചേർന്ന് ഇത് അടിയന്തരമായിട്ട് ചെയ്തു കൊടുക്കാനുള്ള സംഗതിയാണ്. പിന്നെ അതോടൊപ്പം തന്നെയാണ് കുടുംബത്തിന്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ആ സാഹചര്യമൊക്കെ നോക്കിയിട്ട് സർക്കാർ അടിയന്തരമായി ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉടനെ ഉണ്ടാവണം. നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും. അതുകൊണ്ട് നല്ലൊരു നടപടി ഡോക്ടറിനെതിരെ, അതായത് ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാൻ പാടില്ല. കാരണം നേരത്തേക്ക് മാർച്ചിത പോലെ ഈ കത്രിക ഉള്ളിൽ കിടന്ന സംഭവങ്ങൾ അറിഞ്ഞതാണ്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലാ ഹോസ്പിറ്റലിൽ ഞാൻ ഈ പറഞ്ഞ മെഡിക്കൽ ഓഫീസർക്ക് പരാതി കൊടുക്കാൻ DMക്ക് പരാതി കൊടുക്കാൻ പോയപ്പോൾ തന്നെ അവിടുന്ന് അഡ്വാൻസ് ആയിട്ട് ഈ പറഞ്ഞ ഫ്രണ്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഞങ്ങളൊരു ഇങ്ങോട്ട് പറയാണ് ഈ സംഗതി അറിഞ്ഞിട്ടുണ്ടെന്ന്. അതായത് ഞാൻ അപ്പോഴും അവിടെ ഡോക്ടർ ചോദിച്ചു, ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ ചോദിച്ചു, അതായത് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ജാമ്യം ഈ പറഞ്ഞ ഡോക്ടർ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു.
അപ്പൊ അതിനുശേഷം അവര് ഈ ഒരു ലാൻഡ് ലൈൻ നമ്പർ കൊടുത്തു, അതിൽ വിളിച്ചായിരുന്നു. ആ നമ്പറിൽ വിളിച്ചപ്പോൾ DMO ഓഫീസിൽ നിന്ന് ട്രൂ കോൾ കാണുന്നുണ്ടെങ്കിൽ പോലും കോള് പോലും അവിടെ എടുക്കുന്നില്ല, അത് നിലവിലില്ലെന്ന പോലെയാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് പരാതി, ഈ ഒരു പരാതി മാത്രം ആയിരിക്കില്ല, എനിക്ക് തോന്നുന്നു പലരും ഇത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് തോന്നണം. ഇപ്പം ഇത് പുറത്തു വന്നു എന്നതാണ്. ഇതുമാതിരി ആളുകൾ പലരും നമ്മുടെ നാട്ടിലുണ്ടാവും. അതുകൊണ്ട് ഇനി ഇത്തരം ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു രീതിയിൽ മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിനെതിരെ നടപടി സ്വീകരിക്കുകയും നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അടിയന്തരമായിട്ട് നഷ്ടപരിഹാരം ഈ കുട്ടിക്ക് സുമയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെയാണ് സുമയുടെ ഈ ഉള്ളിലുള്ള സംഗതി അത് എടുക്കേണ്ടതുണ്ട്. അത് ഇവിടെയല്ല എവിടെയായിരുന്നാലും അതിന്റെ പൂർണ്ണമായിട്ടുള്ള നഷ്ടം സർക്കാർ വഹിക്കേണ്ടതുണ്ട്. ഇതിപ്പം നമ്മൾ ഈ വാർത്ത അറിയാൻ തുടങ്ങിയിട്ട് ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. ഈ ഒരു സമയം വരെ ആരോഗ്യ വകുപ്പിൽ നിന്ന് ആരെങ്കിലും ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. കാര്യം പരാതി ഇന്നലെ കൊടുത്തപ്പോൾ തന്നെ അവിടെ DMO ഇല്ലായിരുന്നു. മാഡം ഇവിടെ പറശ്ശൽ എന്തോ പ്രോഗ്രാമിന് പോയിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ വീണ്ടും ചോദിച്ചു നാളെ കാണാൻ പറ്റുമോ, അത് നാളെ അവധി, ഇന്നത്തെ അവധി ഉണ്ടല്ലോ. അപ്പൊ അതിനുശേഷം ചോദിക്കുമ്പോൾ അത് മാഡം ലീവ് ആയിരിക്കും, ഇന്ന് തന്നെ അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ട് പറയാൻ. ഇപ്പൊ പരാതി കൊടുത്തു, അതിന്റെ റെസിപ്റ്റ് നമ്പർ അടക്കം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതുവരെയും DMOയുടെ ഓഫീസോട്ടോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പുമായിട്ടോ യാതൊരു ഉദ്യോഗസ്ഥരും ഞങ്ങൾ ഇതുവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ആരോഗ്യമന്ത്രി ഈ വിഷയം അറിഞ്ഞിരിക്കും എന്നത് അറിഞ്ഞിരിക്കും. എന്തായാലും ഇതിപ്പോ നിലവിൽ ഇപ്പം തന്നെ നമുക്ക് കണ്ട എല്ലാ മീഡിയയിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. ഇതുവരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഗതി ഞങ്ങളെ വിളിച്ചിട്ടില്ല. അതാണ് ഈ പറയുന്നത് പോലെ പരാതി കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ആളുകൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും അത് മൂടിവെക്കാനുള്ള ശ്രമം, പരിഹരിക്കുന്നതിനേക്കാൾ ഉപരി അത് മൂടിവെക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്നത് ഇവരിപ്പോ പറയുമ്പോൾ തന്നെ വ്യക്തമാണ്. എന്തായാലും നമ്പർ 1 ആണ് കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങളെ, വലിയ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ പറയുന്നത് പോലെ വെറും 26 വയസ്സ് മാത്രമുള്ള ഒരു യുവതി ചികിത്സാ പിഴവിന്റെ കാരണം കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നമ്പർ 1 കേരളത്തിലെ ആരോഗ്യ വ്യവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടതുണ്ട്. ഇപ്പം ഇദ്ദേഹം ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് കൂടെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റും. ഇതിനകത്ത് ഒരു എക്സ്റേ ഇപ്പൊ എടുത്തപ്പോൾ ഒരു ഗൈഡ് വെയർ ഒരു സാധനം അകത്ത് കിടപ്പുണ്ട്. ഗൈഡ് വെയർ എന്ന് വെച്ചാൽ ചെറിയൊരു ത്രെഡ് പോലെ സാധനം ഇട്ടിട്ട് അതിന്റെ പുറത്ത് കിട്ടുന്നത്, അത് എവിടുന്ന ഇട്ടെന്ന് അതെല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോൾ ICUവിൽ ഇങ്ങനെ ഒരു മറ്റേ സെൻട്രൽ വെയിൻ ഇട്ടതായിട്ട് കാണുന്നുണ്ട് ICU കിടന്ന സമയത്ത്. വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കൈ കൂടെ ഇടാറുണ്ട്. ഇത് നമുക്ക് പിന്നെ നമ്മളവിടെ ഇടുന്നത് ഈ സെൻട്രൽ വെയിനിലും പേഷ്യന്റ് ലൈൻ കിട്ടാതെ വരുമ്പോൾ ഇത് ഇടാറുണ്ട്, അനസ്തീഷ്യക്കാർ ഇടാറുണ്ട്, മറ്റേ ICUവിൽ ഇടാറുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ലൈൻ കിട്ടാത്ത ദിവസം അത് ഒരു ഇത് ഇട്ടതായിട്ട് ഒരു റെക്കോർഡിൽ കാണുന്നുണ്ട്. സുമയായിട്ട് വേറെ എങ്ങും ഇട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്, കഴുത്തിലിട്ടിട്ടില്ല. പിന്നെ കയ്യിലും ഇടാറുണ്ട്, ആർട്ടിസിന് സ്ഥിരം ഇടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതെല്ലാം നോക്കിയപ്പോഴും ആദ്യം കാണുന്നത് ഇത് മാത്രമാണ്. അപ്പം ഇവിടുന്നാണെന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ. ആ സമയത്ത് ലൈൻ കിട്ടാതെ ഡ്യൂട്ടിയിലുള്ള ഇട്ടതായിട്ടാണ് തോന്നുന്നത്. അതെ, ഇത് നമ്മള് പണ്ടൊക്കെ ഇതങ്ങ് എടുക്കുമായിരുന്നു. ഇപ്പോഴേ ഈ ഇത് എടുക്കുന്നത് മറ്റേ റേഡിയോ ഇതാണ്, ഈ എന്താണ് പറയുന്നത്, ഇന്റർവെൻഷൻ റേഡിയോളജി എന്നൊരു വിഭാഗത്തിലാണ് ഇപ്പൊ എടുക്കുന്നത്. ഏറ്റവും നല്ല ഇത് സെന്ററുള്ളൂ. അപ്പൊ ഇപ്പോഴും അവര് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന മാത്രമേ അവർ എടുക്കാറുള്ളൂ. ഇതിന്റെ കാർഡിയാക് സ്റ്റെന്റ് ഒക്കെ ഇടുന്ന അതേ മെറ്റീരിയലാണ്. അപ്പം ഇപ്പൊ അത് കിടക്കുന്നത് വളരെ ഒരു അപകടം ഇല്ലാത്തൊരു സ്ഥലത്തും പ്രശ്നമില്ലാത്തൊരു സ്ഥലത്തുമാണ്. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് അവർ എടുക്കത്തില്ല. എന്തെങ്കിലും പ്രശ്നം ഭാവിയിൽ ഉണ്ടാക്കുന്നത് പോലെ വരികയാണെങ്കിൽ അങ്ങനെ എടുക്കും. എങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇത് സംഭവം വലിയ യാതൊരു ദോഷവും ഇല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വ്യക്തമാക്കാമെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം വിളിച്ച് വരുത്തിയിട്ട് നമുക്കല്ലേ നഷ്ടം, നമുക്കാണല്ലോ ഇതിന്റെ നഷ്ടം, നമുക്കാണല്ലോ, നമുക്കല്ലേ പ്രശ്നം. നിങ്ങളെ ഒരു പറ്റിയൊരു അബദ്ധം അത് വലിയൊരു ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമില്ല, ഇതാണ് ഇട്ടത്. നമ്മുടെ ഇതില് കിടന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇതിപ്പം നമുക്ക്
നമ്മൾ പെട്ട് നിൽക്കുകയാണ്. കാര്യം നമുക്ക് ഒരിക്കലും അതില്ല, സംഭവിക്കാൻ ഞാൻ പാടില്ലാത്ത എൻ്റെ ഒരു സംഭവിച്ചു. അഭിപ്രായം പറയാം. നമുക്ക് എന്തായാലും അവിടെ നിന്ന് സംസാരിച്ച് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ആലോചിച്ച് ചെയ്യുക. അതാണ് നല്ലത്. ഇത് എടുക്കാൻ പറ്റും, പക്ഷെ അത് ബുദ്ധിമുട്ടാവും അല്ലേ? അല്ല, എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പണ്ടൊക്കെ എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് അത് പിന്നെ ഇത് അപകടമില്ലാത്തൊരു സ്ഥലത്തും സ്റ്റേബിളായിട്ട സ്ഥലത്തുമാണെങ്കിൽ വെറുതെ വിട്ടാൽ മതി, ഒന്നും ചെയ്യേണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാനിതിപ്പം ഇന്ന് ഒരാഴ്ച മുമ്പാണ് അറിഞ്ഞത്. അപ്പൊ ഞാൻ സുഖമില്ലായിരുന്നു, അതിനെ വിളിക്കാത്തത്. അന്നേ നേരത്തെ അറിഞ്ഞില്ല നമ്മൾ നിയമപരമായിട്ട് 2 കാര്യങ്ങളൊക്കെ വർഷം ചെയ്യുമല്ലോ. കഴിഞ്ഞപ്പോഴാണ് ഞാൻ എക്സ്റേ തന്നെ കാണിച്ചപ്പോ ഞാൻ സാധാരണ അനസ്തേഷ്യയിലെ ഈ IV ലൈൻ സെൻട്രൽ ലൈനായിട്ട് ഇടുന്നതാണ്. അപ്പൊ ഞാനപ്പോ അവര് വിളിച്ചപ്പോ അവര് പിന്നെ ചെക്ക് ചെയ്തപ്പം അവരങ്ങനെ അവരുടെ റെക്കോർഡ്സ് അങ്ങനെ ഒരു വ്യക്തമായിട്ട് കാണുന്നില്ല. അറിഞ്ഞുകൂടെ അവരൊക്കെ എഴുതാത്താണോ വെച്ചാൽ. അപ്പൊ അത് കഴിഞ്ഞ് നോക്കി നോക്കുമ്പോൾ ഈ സെൻട്രൽ വെയിൻ, അതായത് ഈ മറ്റേ എന്താ തുടയുടെ ഭാഗത്തുനിന്ന് ഒരു ഇതിട്ടായിട്ടിടണം ഒരു ICU ലൈൻ കിട്ടാതെ വന്നപ്പോഴാണ്. അത് മാത്രമാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് അപ്പോഴാണെന്ന, പക്ഷേ ഈ സംഭവം നല്ല നീളമുള്ളൊരു വയറാണ്. അപ്പം ഒന്നുകിൽ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ നമുക്കാണ് പ്രശ്നം. രണ്ടാമത് ഇത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? ഡോക്ടേഴ്സിനാണോ എല്ലാവർക്കും പ്രശ്നം? എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. എല്ലാം ചെക്ക് ചെയ്ത് എവിടുന്നാണ് പറ്റിയെന്ന് ഇത് നോക്കി എല്ലാ സാധനം നോക്കിയിട്ട് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചാലെങ്കിലും ആരാണ് ചെയ്തത് അവരാണ് കുറ്റക്കാരൻ അല്ലേ? എന്തായാലും നമ്മള് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുറ്റക്കാരാരാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താമല്ലോ. നിയമപരമായിട്ട് പോയി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ മീഡിയേഷനൊക്കെ വിളിക്കാമല്ലോ. ഇത് മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഇത് മെയിൻ ഉത്തരവാദിത്വം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലില്? സംശയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെയ്തപ്പോ ഹോസ്പിറ്റൽ ഉത്തരവാദിത്വം എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ഡോക്ടർ ഇതോട്ട് യാതൊരു ബന്ധമില്ലല്ലോ. ഞാനല്ല ചെയ്തത്. കാരണം നമ്മൾ ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാധനം, നമ്മൾ ചെയ്യുന്ന സാധനമേ അല്ല. ഡോക്ടർ ഇതോട്ട് ബന്ധമില്ല. എനിക്ക് സത്യമായി എനിക്ക് ബന്ധമൊന്നുമില്ല. എന്റെ യൂണിറ്റിലായിരുന്നു ഡ്യൂട്ടി ഉള്ളതാണ് ഇട്ടത്. ഓക്കെ, അപ്പൊ ഡോക്ടർ അല്ല കുഴപ്പമില്ല. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിക്കാം. എന്തായാലും മീഡിയാസൊക്കെ വിളിച്ച് ഇതാക്കാനാണ് നമ്മൾ തീരുമാനം. വേറെ ഒന്നുമല്ല. ഇത്രയും നാളായി ഇത് നമ്മള് എന്നാണ് അറിഞ്ഞത്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ചെയ്യാമല്ലോ. ഇപ്പം അറിയാലോ, കാര്യങ്ങളൊക്കെ നടക്കുന്ന സംഗതിയൊക്കെ അറിയാലോ. ശരി, ഓക്കെ, താങ്ക് യു.